ജനങ്ങളുമായുള്ള ഹൃദയബന്ധം വോട്ടായി മാറും എന്നാണ് ഹൃദ്രോഗ വിദഗ്ധൻ കൂടിയായ കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ പ്രതാപ് കുമാറിന്റെ പ്രതീക്ഷ. വിജയിച്ചാൽ കേന്ദ്ര പദ്ധതി കൂടി എത്തിച്ച് കൊല്ലത്തെ മികച്ച നാടാക്കി മാറ്റും എന്നാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം. കൊല്ലം നിയമസഭാ നിയോജകമണ്ഡലത്തിൽ വൈകിയാണെങ്കിലും സ്ഥാനാർത്ഥിയായി എത്തിയത് കൊല്ലത്തുകാർക്കറിയാവുന്ന ഡോക്ടർ പ്രതാപ് കുമാറാണ്. ഹൃദ്രോഗ വിദഗ്ധനാണ്. ഒട്ടേറെ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. മണ്ഡലത്തിലേക്ക് എത്തി അപ്രതീക്ഷിതമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു സ്ഥാനാർത്ഥിത്വം. BJP-യിലേക്ക് ജോയിൻ ചെയ്തു, അടുത്ത ദിവസം സ്ഥാനാർത്ഥിയായി. എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം? കൊല്ലം പോലെയുള്ള ഒരു മണ്ഡലം BJP-ക്ക് അത്ര മീൻസ് വിജയത്തിലേക്ക് നയിക്കാൻ പോകുന്ന ഒരു A-ക്ലാസ് മണ്ഡലങ്ങളൊന്നും അല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ 6 സീറ്റിൽ നിന്നും 12 സീറ്റാക്കിയ ഒരു മണ്ഡലമാണിത്. ഇപ്പം തന്നെ BJP-യുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഓൾറെഡി കൊല്ലം A+ മണ്ഡലമായി കഴിഞ്ഞു. കൊല്ലത്തെ ചാത്തന്നൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യത ഇപ്പോൾ കൽപ്പിക്കുന്നത് കൊല്ലമാണ്. 3-ാം സ്ഥാനത്താണ് കരുനാഗപ്പള്ളി അവർ സാധ്യത കൽപ്പിക്കുന്നത്. ഇപ്പം രണ്ടുപേരും പക്ക പൊളിറ്റീഷ്യൻസാണ്. ഇപ്പം ബിന്ദു കൃഷ്ണയായാലും SA മോഹനായാലും വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഈ പൊളിറ്റിക്കൽ പാരമ്പര്യത്തിൽ നിന്നിട്ടുള്ളതാണ്. പക്ഷേ ഡോക്ടർ പ്രൊഫഷണലാണ്. അന്നേരം അങ്ങനെ വരുമ്പോഴോട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രസ് മീറ്റിനകത്ത് നോക്കിയാൽ തന്നെ നമ്മൾ പുറത്തുനിന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലേ ഒരു പ്രൊഫഷണലിന് പറയാവുന്നതിൻ്റെ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെയൊക്കെ മീറ്റിങ്ങുകളിൽ നമ്മൾ സംവാദത്തിന് പങ്കെടുക്കുമ്പം പോലും നമ്മൾ ഫൈറ്റിന് തയ്യാറല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഞാൻ കാണുന്നത് ഇതിന് ഒരു പ്രൊഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സേ പാടുള്ളൂ. നമ്മൾ വേണ്ടത് അൾട്ടിമേറ്റ്ലി എനിക്ക് വേണ്ട എന്താണ് എൻ്റെ നാട് വിജയിക്കുക എന്നുള്ളത്. അത് UDF ചെയ്താലും LDF ചെയ്താലും BJP ചെയ്താലും അതിൻ്റെ നാടാണ് വിജയിക്കേണ്ടത്. ആ നാട് വിജയിക്കാനായിട്ട് UDF LDFും ബ്ലോക്ക് ചെയ്യുന്ന സെൻട്രൽ പദ്ധതികളെ കറക്റ്റായിട്ട് ഈ നാടിന് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. നമുക്ക് ഒരു ബേസിക് ഗ്രോത്ത് ഉള്ളൊരു സ്റ്റേറ്റാണ്. നമ്മൾ ശരിക്കും നിൽക്കുന്നത് 90-ലാണ്. ആ 90-നെ 100-ആക്കാൻ എളുപ്പമാണ്. അവരൊക്കെ ശരിക്കും 0-10 നിന്നതാണ്. അവർ 60-ഓ 70-ഓ ആകുമ്പോൾ, ആ 70 ആകുമ്പോൾ നമ്മൾ ആ 90-നേക്കാൾ താഴെയാണ്. പക്ഷേ നമുക്ക് 90-ന് 100 ആകാൻ എളുപ്പമാണ്. അത് നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ ലക്ഷ്യം. എൻ്റെ മുമ്പിൽ രാഷ്ട്രീയത്തെക്കാൾ വികസനമാണ്, കാഴ്ചപ്പാടാണ്. എൻ്റെ നാടിനെ ഉയരങ്ങളിലെത്തിക്കുക. കൊല്ലം വളരെ പിന്നിലാണ് എന്ന് തന്നെയാണ് ഞാൻ ഏകദേശം 19 സംസ്ഥാനങ്ങളിലും 19 രാജ്യങ്ങളിലും ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പോകുന്ന ഡോക്ടറാണ്. എനിക്ക് എല്ലായിടത്തും മാറ്റങ്ങൾ കാണാൻ പറ്റും. എൻ്റെ നാട്ടിലതില്ല. ഇവരൊക്കെ ശരിക്കും വാദങ്ങളാണ്. അവർ പറയും ഞാൻ 2 കാർ ഷെഡുകൾ ഉണ്ടാക്കാമെന്ന്, 2 വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കാമെന്ന്. ആർക്ക് വേണം? വെയിറ്റിംഗ് ഷെഡുകളല്ല വേണ്ടത്, ബിൽഡിങ്ങുകളല്ല വേണ്ടത്. വാഗ്ദാനങ്ങൾ പ്രൊഡക്റ്റീവ് ആയിരിക്കുന്നതല്ല, എൻഡ് യൂസറിലെത്തണം. എൻ്റെ പ്രശ്നം എൻഡ് യൂസറിലെത്തണം. അവർ ചെയ്തോട്ട്, പക്ഷേ എൻഡ് യൂസറിന് ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത്. ഞാനിപ്പോൾ ഒരു 10 ബസ് വാങ്ങിച്ചു. ഈ 10 ബസ്സിൽ ഡ്രൈവറും പെട്രോളും ഇല്ലെങ്കിലും ഇവിടെ സംഭവിക്കുന്നതാണ്. ഒരു ആംബുലൻസിൽ പോലും വ്യക്തമായ ഉപകരണങ്ങളുണ്ട്. നമ്മളിവിടെ നല്ലൊരു ആംബുലൻസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എത്ര ആംബുലൻസുകളാണ് വാങ്ങിക്കുന്നത്? 200 ആംബുലൻസ് LDF ഗവൺമെൻറ് അന്ന് വാങ്ങിച്ചു. ഇപ്പോഴും ഞാൻ ആലോചിക്കുക, ആ ആംബുലൻസിൽ 50 വാങ്ങിച്ചാൽ മതിയായിരുന്നു. യൂസ്ഫുൾ. നാളെ വാങ്ങിക്കാൻ പറ്റുന്ന 5 വർഷത്തെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടുമായിട്ടാണ് അത് വാങ്ങിക്കുന്നത്. അത് വാങ്ങിക്കണമെങ്കിൽ വിഷൻ വേണം. ആ വിഷൻ ഇല്ലാതായിപ്പോയതാണ് ഈ നാടിൻ്റെ കുഴപ്പം. അതുതന്നെയാണ് കൃത്യമായി ഈ മണ്ഡലത്തെക്കുറിച്ച്, ഈ നാടിനെക്കുറിച്ച് കൊല്ലത്തിന് മാറ്റം ആവശ്യമാണ്. ഒപ്പം തന്നെ എങ്ങനെയാണ് വിജയിക്കുന്നതിൻ്റെ വിജയ സാധ്യത എന്നുള്ളതിൻ്റെ കണക്കടക്കം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഡോക്ടർ മത്സരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും. ക്യാമറമാൻ ഷാനോസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. ഡോക്ടർ പ്രതാപ് കുമാറിന് വിജയാശംസകൾ.